ആനോഡ് കാഥോഡ് ജംഗ്ഷനുകൾ അല്ലെങ്കിൽ ആനോഡ് കാഥോഡ് പോയിന്റുകൾ പോസിറ്റീവ് നെഗറ്റീവ് റെസ്പെക്റ്റീവ് ആയിട്ട് കൊടുത്ത സമയത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് അതൊരു ഫോർവേഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫോർവേഡ് ബയസ് റീജിയൻ പോലെ അല്ലെങ്കിൽ കണ്ടക്ഷൻ റീജിയൻ പോലെ മാറിയിട്ടുണ്ട്. ഇനി ആനോഡ് കാഥോഡ് തിരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആനോഡിൽ നെഗറ്റീവും കാഥോഡിൽ പോസിറ്റീവും കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന എന്താണ്, J1 J3 ജംഗ്ഷനുകൾ റിവേഴ്സ് ബയസായി മാറും. അതായത് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മതി. ഇവിടെ പോസിറ്റീവായിട്ട് കാഥോഡിൽ കൊടുക്കുകയും നെഗറ്റീവായിട്ട് ആനോഡിൽ കൊടുക്കുകയും ചെയ്താൽ J1 J3 ജംഗ്ഷനുകൾ റിവേഴ്സ് ബയസിൽ കണ്ടീഷനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷനിൽ ഈ സമയത്ത് നമ്മളെന്താ ഒരു സ്മോൾ വോൾട്ടേജാണ് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ളെങ്കിൽ J1ഉം J3യും റിവേഴ്സ് ബയസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ റിവേഴ്സ് ലീക്കേജ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനെ നമ്മൾ റിവേഴ്സ് ബ്ലോക്കിംഗ് സ്റ്റേജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് VBO വിൽ ബി ജനറലി ഹയർ ദാൻ ദ റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് VBR. അതായത് ഫോർവേഡ് കണ്ടീഷനിൽ നമ്മളൊരു ബ്ലോക്കിംഗ് സ്റ്റേജിനെ പറ്റി പറഞ്ഞു. ആ സമയത്ത് നമ്മൾ വീണ്ടും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത സമയത്ത് അവിടെ എന്തുണ്ടായിട്ടുണ്ട്, വോൾട്ടേജ് പതുക്കെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു അവലാഞ്ച് ബ്രേക്ക് ഡൗൺ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് അവിടെ J2 ജംഗ്ഷൻ റിവേഴ്സ് ബയസിലായിരുന്നു. അപ്പോൾ റിവേഴ്സ് ബയസിലായിരുന്ന J2 ജംഗ്ഷൻ്റെ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആണ് അവിടെ സംഭവിച്ചത്. ഇനി നമ്മൾ റിവേഴ്സ് കണ്ടീഷനിൽ ഇപ്പോൾ വോൾട്ടേജ് കൊടുത്ത സമയത്ത് ഇവിടെയും ഒരു ബ്ലോക്കിംഗ് കണ്ടീഷനാണ് വരുന്നത്, അല്ലെങ്കിൽ ബ്ലോക്കിംഗ് റീജിയൻ ആണ് വരുന്നത്. കാരണം J1 J3 ജംഗ്ഷനുകൾ റിവേഴ്സ് ബയാസിലായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ റിവേഴ്സ് ബയാസിൽ വരുന്ന വോൾട്ടേജ് അത് അല്ലെങ്കിൽ ഈ കണ്ടീഷനെ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിക്കുന്ന വോൾട്ടേജാണ് റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ VBR എന്നുള്ളത്. ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ആണ് VBF എന്നാണ് വരേണ്ടത്, O എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്, സോറി. അപ്പോൾ VBF. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഫോർവേഡിൽ വരുന്നത് റിവേഴ്സിനേക്കാളും ഹയർ ആയിട്ടുള്ള രീതിയിലാണെന്നാണ് പറഞ്ഞത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് J1 J2 ജംഗ്ഷനുകൾ J1 J3 ജംഗ്ഷനുകൾ ഉണ്ടെങ്കിലും അവർക്ക് ഡിപ്ലീഷൻ ലെയർ അവർക്കിടയിൽ വരുന്ന ഡിപ്ലീഷൻ ലെയറിൻ്റെ അവിടെ വരുന്ന ഡിപ്ലീഷൻ ലെയർ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള വോൾട്ടേജ് കുറച്ച് മതി. പക്ഷേ ഫോർവേഡ് ബയസിൽ വരുമ്പോൾ J2 ജംഗ്ഷൻ കുറച്ചുകൂടെ തിക്കർ ആയതുകൊണ്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കുറച്ചും കൂടി വലിയ വോൾട്ടേജ് വേണം. ഇനി ഈ ഒരു റിവേഴ്സ് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ J1 J3 എന്നുള്ളത് എന്തിലാണെന്നാണ് പറഞ്ഞത്, റിവേഴ്സ് ബയസിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ SCR ഇപ്പോൾ ആക്ട് ചെയ്യുന്നത് രണ്ട് സ്റ്റേബിളായിട്ടുള്ള ഡയോഡുകൾ തിരിച്ചു വെച്ച പോലെ, അതായത് രണ്ട് ഡയോഡുകൾക്ക് റിവേഴ്സ് കണ്ടീഷൻ കൊടുത്ത പോലെയാണ് വരിക. അപ്പോൾ ദ SCR ഹാസ് ടു സ്റ്റേബിൾ ആൻഡ് റിവേഴ്സിബിൾ ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്. അപ്പോൾ റിവേഴ്സിബിൾ ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ് രണ്ടെണ്ണം ഇതിനകത്ത് ഉണ്ട് എന്നും കൂടെയാണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ദ ചേഞ്ച് ഓവർ ഫ്രം ഓഫ് സ്റ്റേറ്റ് ടു ഓൺ സ്റ്റേറ്റ് കാൾഡ് ടേൺഡ് ഓൺ ഈസ് അച്ചീവ്ഡ് ബൈ ഇൻക്രീസിങ് ദ ഫോർവേഡ് വോൾട്ടേജ് ബിയോണ്ട് VBO. അപ്പോൾ VBOയ്ക്ക് മുകളിലായിട്ട് ഫോർവേഡ് വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഓഫ് ടു ഓൺ എന്നുള്ള കണ്ടീഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇനി ടേൺ ഓഫ് ഈസ് മെയ്ഡ് ബൈ റെഡ്യൂസിങ് ദി ഫോർവേഡ് കറണ്ട് ബിലോ IH എന്ന് പറഞ്ഞാൽ ഹാച്ചിങ് കറണ്ട്, ഹോൾഡിങ് കറണ്ട്, ലാച്ചിങ് കറണ്ടാണ്. ഹോൾഡിങ് കറണ്ടിൻ്റെ താഴെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് വെച്ചാൽ അപ്പോൾ ടേൺ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ബ്രേക്ക് ഓവർ വോൾട്ടേജ്, അതായത് ഫോർവേഡ് ബയസിലാണ്, ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ മുകളിലാണ് നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്തിട്ടുള്ളത് വെച്ചാൽ അവിടെ ഒരു ഓൺ സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നതിന് മുൻപുള്ള സ്റ്റേറ്റും സപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റും ഓഫ് ടു ഓൺ എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറും. ഇനി ഈ കണ്ടീഷൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ IH ഹോൾഡിംഗ് കറണ്ടിൻ്റെ താഴെ കൊണ്ടുവന്നാലായിട്ട് പറ്റും. അപ്പോൾ എ മോർ കൺവീനിയൻറ്റ് ആൻഡ് യൂസ്ഫുൾ മെത്തേഡ് ഓഫ് ടേണിംഗ് ഓൺ ദ ഡിവൈസ് എംപ്ലോയ്സ് ദ ഗേറ്റ് ഡ്രൈവ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഗേറ്റിൻ്റെ പൾസ് കൂടെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുള്ള രീതിയിൽ ഈ ഡിവൈസിനെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതാണ് SCRൻ്റെ പ്രത്യേകത. ഇനി SCRൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്,
പക്ഷേ അതൊന്നും കൂടി ഗ്രാഫിക്കലായിട്ട് പറയണം, ഗ്രാഫിക്കലായിട്ട് ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് ആനോഡ് കാഥോഡ് സർക്യൂട്ട് റിവേഴ്സ് ബയാസ്ഡ് എ വെരി സ്മോൾ കറണ്ട് ഇൻ മൈക്രോ ആംബിയർ ഈസ് കോൾഡ് റിവേഴ്സ് ബ്ലോക്കിംഗ് കറണ്ട്. അപ്പോൾ ഇതേത് കണ്ടീഷനാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റിവേഴ്സാണ്. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുന്ന ഈ ഗ്രാഫിനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു റിവേഴ്സ് ബ്ലോക്കിംഗ് റീജിയൻ ഉണ്ട്. VBR എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന വോൾട്ടേജിൻ്റെ അടുത്ത് വരെ നമുക്കൊരു റീജിയൻ കാണുന്നുണ്ട്. അതിനെയാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് റീജിയൻ അല്ലെങ്കിൽ റിവേഴ്സ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്, ആ സ്റ്റേറ്റിനെ. അപ്പോൾ റിവേഴ്സ് ബ്ലോക്കിംഗ് കണ്ടീഷനിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCRലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് കറണ്ട് എന്നുള്ളത്. ഇനി ആ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ വെൻ ദ റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് റീച്ചസ് എ വാല്യൂ equivalent to peak reverse voltage VBR, the SCR conduct due to reverse avalanche breakdown and the current increases sharply to ampere. ഇനി ഈ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാലോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ മുകളിൽ എന്ത് സംഭവിക്കും? SCR കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു സംഗതിയാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ്? ആ വോൾട്ടേജ് VBRന് മുകളിലാവുന്ന സമയത്ത്, അതായത് ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് VBRന് മുകളിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിച്ചത്. കറണ്ട് ഒരു സ്മോൾ വാല്യൂവിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു പീക്കിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ പോയിന്റ് കാണിച്ചത്. പീക്കിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്, പക്ഷേ അത് നെഗറ്റീവ് സൈഡിലായതുകൊണ്ട് ഡയറക്ഷൻ നെഗറ്റീവ് ഇവിടെ തരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ കറണ്ടെന്ന് മനസ്സിലാക്കരുത്. എന്താണ്? റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ റിവേഴ്സ് വോൾട്ടേജിനനുസരിച്ചുള്ള ഡയറക്ഷനിൽ കറണ്ട് പോകുള്ളൂ. അതുകൊണ്ടാണ് താഴത്തേക്കാണ് ആ കറണ്ട് ഭയങ്കര പീക്കിലുള്ള ഒരു വലിയ വാല്യൂ ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പോയിന്റിന് റിവേഴ്സ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ എന്ന് കൂടെ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ആംബിയർ റേഞ്ചിലാണ്. നമ്മൾ മൈക്രോ ആംബിയർ റേഞ്ചിലാണ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റിവേഴ്സ് ബ്ലോക്കിംഗ് കറണ്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബ്രേക്ക് ഡൗണിന് ശേഷം വരുന്ന കറണ്ട് ആംബിയർ ലെവലിലാണ്, അതുകൂടെ ഓർത്ത് വയ്ക്കുക. പിന്നെ SCR ഈസ് ഇൻ ഫോർവേഡ് ബയസിലായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിട്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്കിംഗ് കറണ്ടാണ്, അല്ലെങ്കിൽ ഫോർവേഡ് ലീക്കേജ് കറണ്ടാണ്. അപ്പോൾ ഈ ഫോർവേഡ് ബ്ലോക്കിംഗ് കറണ്ട് അത് വളരെ സ്മോൾ ആയിരിക്കും. അതുപോലെ തന്നെ ഏത് ടൈം വരെയാണുള്ളത്? ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ ഫോർവേഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൻ്റെ അടുത്ത് വരെയാണ് ഈ ഒരു കറണ്ട് വളരെ സ്മോളായി മാറുന്നത്. അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ മുകളിൽ വോൾട്ടേജ് പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ആവുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് ഫോർവേഡ് കറണ്ട് നമ്മൾ സ്മോൾ വാല്യൂ എന്ന് പറഞ്ഞിരുന്ന ഫോർവേഡ് കറണ്ട് ഒരു ലാർജ് വാല്യൂയിലേക്ക് കുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാണിക്കുന്നത് ഹയർ കണ്ടക്ഷൻ ലെവലാണ് കാണിക്കുന്നത്. അതായത് സഡൻ ഇൻക്രീസ് ഇൻ കറണ്ടാണ് വരുന്നത്. ഈ ആനോഡ് ടു കാഥോഡ് റെസിസ്റ്റൻസ് ഓഫ് SCR ബിക്കം വെരി സ്മോൾ ആൻഡ് ദ SCR ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. അതായത് ഈ സമയത്ത് ആനോഡ് കാഥോഡിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്വിച്ച് പോലെ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സ്വിച്ച് പോലെ ആക്ട് ചെയ്യുക, ഇതാണ് സാധ്യത. അതായത് ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്ത പോലെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കണ്ടക്ട് ചെയ്യുന്ന ഉദ്ദേശിച്ച് അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് SCRൻ്റെ ഡ്രോപ്പ് വരുന്നത് 1.4 വോൾട്ടേജ്. നമ്മൾ ഈ SCRൽ കണക്ട് ചെയ്യുന്നത് വലിയ ഡിവൈസുകളാണെന്ന് പറഞ്ഞു. അതായത് കുറച്ചുകൂടി റേറ്റിംഗ് വരുന്ന ഒരു 200 വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു 150 വോൾട്ടേജ് ഒക്കെ റേറ്റിംഗ് വരുന്ന ഡിവൈസുകളൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1.4 വോൾട്ട് ഡ്രോപ്പായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇനി ഫോർവേഡ് ബയാസ് മോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ഇസ് ലെസ് ദാൻ FBO എന്നാണ്, അത് തിരിച്ചു വന്നാണ്. ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ SCR ബിഹേവ്സ് ആസ് എൻ ഓപ്പൺ സ്വിച്ച്. ഈ ഗ്രാഫിൽ തന്നെ തന്നിട്ടുണ്ട്. ബ്രേക്ക് ഓവർ വോൾട്ടേജ് VBO എന്ന് തന്നിട്ടുണ്ടല്ലോ. ആ VBOൻ്റെ താഴെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് എങ്കിൽ
ഈ ഒരു ഡിവൈസ് ഒരു ഓപ്പൺ സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. അതായത് ഒന്നും കണ്ടക്ട് ചെയ്യാതെ ആക്ട് ചെയ്യും. വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് എക്സീഡഡ് VBO ആണ്, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, VBO ആണ് വരേണ്ടത്. SCR ക്ലോസ്ഡ് സ്വിച്ച് ആവും, അതായത് സ്വിച്ച് ഓൺ ചെയ്ത കണ്ടീഷനാവും. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത കണ്ടീഷനും ഓൺ ചെയ്ത കണ്ടീഷനും എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ടാണ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്, അതുപോലെ തന്നെ റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്, ഈ രണ്ട് വോൾട്ടേജിൻ്റെ ഇടയിൽ ബ്ലോക്കിംഗ് ആണ്, അതിന് ശേഷമാണ് കണ്ടക്റ്റിംഗ് ആയിട്ട് വരുന്നത്. ആ കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി ഈ ഒരു ബ്രേക്ക് ഓവർ വോൾട്ടേജ് VBOൻ്റെ ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷാർപ്പസ്റ്റ് പോയിൻ്റാണ്, ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഷാർപ്പസ്റ്റ് പോയിൻ്റാണ് ഹോൾഡിംഗ് കറണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുകളിൽ വരുന്ന കറണ്ടാണ് ലാച്ചിങ് കറണ്ട്. ലാച്ചിങ് കറണ്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാ റെസിസ്റ്റൻസിൻ്റെ പോലെ VI ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചു തരുന്ന ഒരു ഡിവൈസായിട്ട് SCR മാറും. അതാണ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇനി ഹോൾഡിംഗ് കറണ്ട് എന്താണ്, ലാച്ചിങ് കറണ്ട് എന്താണെന്നുള്ളത്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ദ കറണ്ട് ഈസ് ദ കറണ്ട് വാല്യൂ നെസസറി ഇൻ ദി ആനോഡ് സർക്യൂട്ട്. ആനോഡ് സർക്യൂട്ടിൽ നെസസറി ആയിട്ടുള്ള കറണ്ടാണ്, അതായത് അത്യാവശ്യമുള്ള കറണ്ടാണ്. എന്താണ് SCRനെ കണ്ടക്ഷൻ വൈൽ ഇറ്റ് ഈസ് ഓൺ, അതായത് ആ SCR കണ്ടക്റ്റ് ചെയ്യിക്കണം എന്നുള്ള ഒരു കറണ്ടാണ് ഇത്. അതായത് SCR ഓൺ ചെയ്യുന്ന സിറ്റുവേഷനിൽ കണ്ടക്റ്റ് ചെയ്ത് പോകണം എന്നുള്ള സിറ്റുവേഷനാണ് ഹോൾഡിംഗ് കറണ്ട് വരിക. SCR ഓൺ ആണ്, പക്ഷേ കണ്ടക്റ്റ് ചെയ്യുന്നുമുണ്ട്, ആ ഒരു സിറ്റുവേഷനിലുള്ള കറണ്ടാണ് ഹോൾഡിംഗ് കറണ്ട്. ഇനി ലാച്ചിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹോൾഡിംഗ് കറണ്ടിൻ്റെ തൊട്ട് മുകളിലുള്ള കറണ്ടാണ്. ലാച്ചിങ് കറണ്ട് ഈസ് എ കറണ്ട് വാല്യൂ നീഡഡ് ടു സ്വിച്ച് ദ SCR ആനോഡ് സർക്യൂട്ട് ഓൺ ഫ്രം ദി ഓഫ് കണ്ടീഷൻ. അപ്പോൾ ഓഫ് കണ്ടീഷനിൽ നിന്ന് ഓൺ കണ്ടീഷനിലേക്ക് സ്വിച്ച് ചെയ്യുന്ന കറണ്ട് വാല്യൂവിനെയാണ്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ SCR സ്വിച്ചിങ് കറണ്ട് വാല്യൂ ആണ് ലാച്ചിങ് കറണ്ട്. അപ്പോൾ ലാച്ചിങ് കറണ്ട് വരുന്ന സമയത്ത് SCR ഓഫ് ആയിരിക്കും, അതിനെ ഓൺ ചെയ്യുന്ന കറണ്ടാണ് ലാച്ചിങ് കറണ്ട്. ഹോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCR കണ്ടക്റ്റ് ചെയ്യുന്ന റീജിയനിലെ ഏറ്റവും മിനിമം കറണ്ടാണ് ഹോൾഡിംഗ് കറണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വയ്ക്കുക.